അസ്സലാമു അലൈക്കും. ഞാൻ സൽന. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അഗ്ലോണിയം പ്ലാന്റ്സിൽ എങ്ങനെയാണ് തൈകൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അഗ്ലോണിയം പ്ലാന്റ്സ് വളർത്തുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഒരു ബുഷി പോട്ട് അഗ്ലോണിയമായിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് റെഡ് വെറൈറ്റീസിലാണെങ്കിലും ഒക്കെ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തൈകളൊക്കെ പൊട്ടി വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. നമ്മുടെ എപ്പോഴും വലിച്ചെറിയുന്നൊരു സാധനമാണ് ഈ മുട്ടത്തോട് എന്ന് പറയുന്നത്. ഇതിൽ ചെടികൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള കാൽസ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ്, മഗ്നീഷ്യം, സിങ്ക്, അങ്ങനത്തെ ഒരുപാട് എലമെൻറ്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ടത്തോട് ചെടികളുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ്. നമ്മളിത് ആദ്യം ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിൽ ഒട്ടും തന്നെ നനവില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു മാസ്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പൊടി പെട്ടെന്ന് തന്നെ മൂക്കിലൊക്കെ അടിച്ച് കയറുന്ന പോലെ ഉണ്ട്. ഒരു ഇറിറ്റേറ്റ് സ്മെല്ലായിരിക്കും അതിനുണ്ടാകുക. അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ ചോറാണ്. ഇത് ഭക്ഷണം വലിച്ചെറിയുന്ന അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇത് കേടുവന്നിട്ടുള്ള ചോറാണ് കേട്ടോ. അത് പിന്നെ വെറുതെ വലിച്ചെറിയേണ്ട, അത് ചെടികൾക്ക് തന്നെ മണ്ണിൽ നിന്ന് വന്ന് തന്നെ മണ്ണിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇത് നമുക്ക് കീടങ്ങളുടെ ശല്യമൊക്കെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഒരു പരിധി വരെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ ചേർത്തിട്ട് ഈ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിതിനെ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെടിയുടെ വേരിൽ നിന്ന് കുറച്ച് അകന്ന് മാറിയിട്ട് ഈ ചെടിയുടെ ചട്ടിയുടെ സൈഡിലായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുഴി പോലെ ആക്കി കൊടുക്കണം. മണ്ണൊക്കെ ഒന്ന് കുറച്ചൊന്ന് നീക്കി. ഇത് ചുവട്ടിലൊക്കെ കെട്ടിക്കിടന്നതിനാൽ ഫംഗസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിനുള്ളിലേക്ക് നമുക്കിത് ഓരോ സ്പൂൺ വെച്ചിട്ട് കുറേശ്ശായിട്ടൊന്ന് ആക്കി കൊടുക്കുക. അതുകൊണ്ട് നല്ലോണം മൂടാനും ശ്രദ്ധിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഇത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണലൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുക്കുക കേട്ടോ. അഗ്ലോണിയം പ്ലാന്റ്സ് ഒരുപാട് നനവിൻ്റെ ഒന്നും ആവശ്യം. ഒരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് ഒരു മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് കൂട്ടുകാർ വീഡിയോസൊക്കെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്